ഓരോ നാട്ടിലെ കറികൾക്കും വ്യത്യസ്ത രുചിയായിരിക്കും അല്ലേ? നമ്മുടെ കേരളത്തിലെ സാമ്പാറിൻ്റെ രുചിയേ അല്ല തമിഴ്നാട്ടിലെ സാമ്പാറിന്. അത് അവരുടെ പൊന്നിയരിയുടെ ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാനേ അടിപൊളിയാണ്. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കൊരു തമിഴ്നാട് സ്റ്റൈല് സാമ്പാർ റെഡിയാക്കാം. ഒരു കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പിട്ട് കൊടുത്തു, കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു പരിപ്പിൻ്റെ 3 ഇരട്ടി വെള്ളം കൂടെ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങായും കൂടി ഇട്ട് അതുകൂടെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഒത്തിരി മൂത്ത് പോകണ്ടേ. ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ നമുക്ക് സാമ്പാർ വയ്ക്കാൻ തുടങ്ങാം. ഇനിയിപ്പം ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് വിട്ട് പൊട്ടിക്കാം. പിന്നെ വറ്റൽമുളക് കുറച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. കുറച്ച് ഏറെയുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി, 3 നല്ല പഴുത്ത തക്കാളിയാണ്, അതുകൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ, കളറും കിട്ടും, അതുപോലെ ഒത്തിരി എരിവ് ഉണ്ടാവത്തില്ല. ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കിനും പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും അതൊന്ന് തിളച്ച് വരുന്നതിന് ശേഷം പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കാവേ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സില്ലേ, അതിട്ട് കൊടുക്കണം. അതിടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.